السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ വലിയ സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി നാളെ അവന്റെ സ്വലോക സ്വർഗത്തിൽ അല്ലാഹു നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വിവരക്കേട് കൊണ്ട്, നമ്മുടെ അറിവുകേട് കൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു നമുക്കെല്ലാവർക്കും നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അല്ലാഹു നമുക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ ഈ മഹല്ല ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്ത് അക്രമത്തിലും പ്രയാസത്തിലും കഴിയുന്ന നമ്മുടെ സഹോദര സഹോദരിമാർക്കൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായ രക്ഷയും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അബൂദർ, യാ അബൂദർ, നിങ്ങൾ രാവിലെ നിങ്ങളുടെ വീട്ടിൽ നിന്നും പുറത്തുപോയി വൈകുന്നേര സമയം നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു എത്തുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് നിങ്ങൾ 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യം ആ വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിച്ച കാര്യമാണ് എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു കൊടുത്തു, ഇനി നിങ്ങൾ രാവിലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി വൈകുന്നേരം നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് ഫതഅല്ലമ ബാബൻ മിനൽ ഇൽമി, വിജ്ഞാനത്തിൽ നിന്ന്, മതപരമായ അറിവിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു. ഉദാഹരണത്തിന് നിസ്കാരത്തെ കുറിച്ച് പഠിച്ചു, അല്ല വേണ്ട നോമ്പിനെ കുറിച്ച് പഠിച്ചു, ഹജ്ജിനെ കുറിച്ച് പഠിച്ചു. എന്നാൽ വേണ്ട വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിലുള്ള എന്തെങ്കിലും ഒരു മസ്അലപരമായ, എന്തെങ്കിലും ഒരു വിജ്ഞാനപരമായ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഖൈറുൽ ലക മിൻ അൻ തുസല്ലിയ അൽഫ റക്അ, നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് നിങ്ങൾ 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യം ആ ഇൽമ പഠിച്ച കാര്യത്തിനാണ് എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, 1000 റക്അത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചതിന്റെ പുണ്യം ഇന്ന് ജുമുഅക്ക് വന്ന നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകും. കാരണം ഇന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു വിജ്ഞാനപരമായ, എന്തെങ്കിലും മസ്അലപരമായ, അല്ലെങ്കിൽ മതപരമായ എന്തെങ്കിലും ഒരു വിജ്ഞാനം നമ്മൾ ഓരോരുത്തരും ജുമുഅക്ക് വരുന്ന സമയത്ത് പള്ളിയിൽ വെച്ച് പഠിച്ചു എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന്, വീട്ടിൽ നിന്ന് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യം ഈ കേട്ട വിജ്ഞാനത്തിനുണ്ട് എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇൽമ പഠിക്കലും ഇൽമ പഠിപ്പിക്കലും വല്ലാത്ത മഹത്വമുണ്ട്. ഇൽമ പഠിക്കാൻ വേണ്ടി സദാസമയം ഏതെങ്കിലും ഒരു കുട്ടിയെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അതിനു വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് അല്ലാഹു കൊടുക്കുന്ന സൗഭാഗ്യം എന്താണെന്നറിയുമോ? ഫഇന്നൽ മലായികത ലതളഉ ലിഅജ്നിയതഹാ ലിത്വാലിബിൽ ഇൽമി, ഇൽമ പഠിക്കുന്ന ആളുകൾക്ക്, ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ ചിറകുകൾ എപ്പോഴും താഴ്ത്തി കൊടുക്കുകയാണ്. അതിലുപരി അല്ലാഹുവിന്റെ ഈ അണ്ടകടാഹങ്ങളിലുള്ള മുഴുവൻ വസ്തുക്കളും അവർക്ക് വേണ്ടിയിട്ട് പാപമോചനം ചോദിക്കുകയാണ്. വെള്ളത്തിന്റെ അഗാധഗർത്തത്തിലൂടെ സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾ വരേക്കും ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചോദിക്കുമെന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്
നിങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, നമ്മുടെ മദ്രസകളൊക്കെ കഴിഞ്ഞ ആഴ്ച തുറന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോ നമ്മുടെ മദ്രസയിൽ നിന്നുള്ള മുതിർന്ന ക്ലാസ്സിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മദ്രസയിൽ കാണുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെക്കേഷൻ സമയമാണ്. കുട്ടികൾക്ക് സ്കൂളുകളോ ട്യൂഷൻ സെന്ററുകളോ ഒന്നും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. എന്നിട്ട് പോലും മതപരമായ ഇൽമിന് ഒരു പുച്ഛത്തോടു കൂടി അല്ലെങ്കിൽ വേണ്ട, അവർ അതിനൊരു വില കൊടുക്കുന്നില്ല എങ്കിൽ രക്ഷിതാക്കളായി നിങ്ങൾ ആ വിഷയത്തിൽ ജാഗരൂകരായിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതാണ്. ഈ 2 മാസക്കാലം വെക്കേഷന്റെ സമയത്ത് പോലും കുട്ടികൾക്ക് കൊടുക്കേണ്ട മതപരമായ ഇൽമ് നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ, അതിന് നമ്മൾ കുട്ടികളെ നല്ലതുപോലെ അതിന് പറഞ്ഞയക്കുന്നില്ല എങ്കിൽ, ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും മക്കളുടെ കാര്യം ആലോചിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മളുടെ മക്കൾക്ക് ഒരു പക്ഷേ കലാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന ചില മെസ്സേജുകൾ, ചില സന്ദേശങ്ങൾ വളരെ മോശപ്പെട്ട സന്ദേശങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മതപരമായ ഇൽമ കൊടുക്കലോടുകൂടി ഒരു ധാർമ്മിക ബോധം കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ അടുത്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞ കാര്യമായിരിക്കും. കരുവാരക്കുണ്ട് നടന്ന ഒരു സംഭവം. 16-കാരനായ ഒരു കുട്ടി 14-കാരിയായ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം നടത്തിയ ഒരു സംഭവം. അത് കുട്ടികൾക്ക് അതുപോലത്തെ ഒരു സാഹചര്യവും അവസ്ഥയും എന്റെയോ നിങ്ങളുടെയോ മക്കൾക്കോ അല്ലെങ്കിൽ മകൾക്കോ വരില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് തന്നെ മക്കൾക്ക് മതപരമായ ഇൽമ കൊടുക്കുക, മതത്തിന്റെ അഖിലികാരാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കടപ്പാടുമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവധി സമയമാണെങ്കിൽ പോലും കുട്ടികൾക്ക് കൊടുക്കേണ്ട മതപരമായ ഇൽമ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് വെക്കേഷൻ സമയമാണ്. കുട്ടികളെ നല്ലതുപോലെ ശ്രദ്ധിക്കണേ. അപകട മേഖലകൾ നല്ലതുപോലെ ഉള്ള ഒരു സമയത്ത് നമ്മുടെ കുട്ടികളിലൊക്കെ വീടുകളിലൊക്കെ അവർ ഉണ്ടോ എന്ന് പോലും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മക്കൾക്ക് നല്ലതുപോലെ മതപരമായ ഇൽമ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹിദായത്ത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. തെറ്റും ശരിയും എന്താണ് എന്ന് മനസ്സിലാക്കാത്തൊരു സാഹചര്യത്തിലേക്ക് അവർ മാറിപ്പോകും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വഭാവം മോശമാകും. നിയന്ത്രണമില്ലാത്ത ജീവിതത്തിലേക്ക് അവർ പോകും. തെറ്റേതാണ് ശരിയേതാണ് എന്ന് പോലും അവർ മനസ്സിലാക്കൂല. സ്വഭാവം ദുഷിച്ചു പോകും. മൂന്നാമത്തെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും മക്കൾ നമുക്ക് ഉപകാരപ്രദമാകുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മക്കൾക്ക് മതപരമായ ധാർമ്മിക ബോധം നിർബന്ധമായും ഓരോ രക്ഷിതാക്കളും കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ്. അധികാരവും അതുപോലെ മുതലും സമ്പത്തും എല്ലാം ഉള്ള ആളുകളായിരിക്കും നമ്മൾ ഓരോരുത്തരും ഉണ്ടാകുന്നത്. പക്ഷേ മതപരമായ വിജ്ഞാനം കൊടുക്കുന്ന വിഷയത്തിൽ പാവപ്പെട്ടവനെന്നോ സമ്പത്തുള്ളവനാണോ എന്നോ ഒന്നും വ്യത്യാസമില്ല. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ കുട്ടിയെ ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി വിജ്ഞാനം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഉസ്താദിനോട് പറയുന്ന ഒരു സംഭവമുണ്ട്. മതത്തിന്റെ വിഷയത്തിൽ ഖലീഫയുടെ മകനാണ് എന്നോ ഖലീഫയുടെ കുട്ടിയാണോ എന്നുള്ള ഒരു വ്യത്യാസം, ഒരു നോ കോംപ്രമൈസ് നിങ്ങൾ ചെയ്യരുത്. കുട്ടികൾക്ക് നല്ലതുപോലെ ഇൽമ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ എന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്കിൽ ഖലീഫമാരിൽ 5ാമത്തെ പ്രധാനിയാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അധികാരമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മക്കൾക്ക് കൊടുക്കേണ്ട ധാർമ്മിക ബോധം നിങ്ങൾ നല്ലതുപോലെ കൊടുക്കണേ എന്ന് ആ ഉസ്താദിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്കിൽ സ്നേഹത്തോടു കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾക്ക് നല്ലതുപോലെ ഇൽമ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇൽമ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മദ്രസകളിലേക്ക് നിങ്ങൾ പൂർണ്ണമായും അവരെ പറഞ്ഞയക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. അതിലുപരി ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് വരാൻ പോകുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. വരുന്ന വ്യാഴാഴ്ച നമ്മിലേക്ക് കടന്നു വരാനുള്ളത്. കഴിഞ്ഞ വർഷം അതിനെക്കുറിച്ച് വിശദമായി കൊണ്ട് പറഞ്ഞത് കൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എനിക്ക് സ്നേഹത്തോടു കൂടി മഹല്ല് നിവാസികളോട് പറയാനുള്ളത്, ഒരു 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്
ആളുകളെ പരസ്യമായി ആക്ഷേപിക്കുകയോ മറ്റുള്ള വ്യക്തിഹത്യ ചെയ്യുകയോ ചെയ്യരുത്. സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, വോട്ട് കഴിയും, പക്ഷേ സ്നേഹബന്ധം തകർന്നു പോകുന്ന ഒരു അവസ്ഥ നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കുന്ന നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദുനിയാവ് നശിച്ചു പോകും. പക്ഷേ നമ്മുടെ എന്നെന്നും ശാശ്വതമായ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ആഖിറമാണ് എന്ന് നമുക്ക് ഓരോരുത്തരും മനസ്സിലാക്കണം. ഓരോ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓരോരുത്തരും പാരായണം ചെയ്യുന്ന സൂറത്തുൽ അഅലയിലൂടെ പറയുന്നത്, അവർ ദുന്യവിയായ ജീവിതത്തെയാണ് തെരഞ്ഞെടുത്തത്, പക്ഷേ അവശേഷിക്കുന്നത് എന്നൊന്നും ശേഷിക്കുന്നത് ആഖിറമാണ്. അത് ഇന്നും ഇന്നലെയും പറഞ്ഞതല്ല, നമ്മുടെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ഏടുകളിലൂടെ അവിടെ വേദഗ്രന്ഥങ്ങളിലൂടെ പറഞ്ഞതാണ്. വിശുദ്ധമാക്കപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ വിശുദ്ധ ഖുർആനിലൂടെ, അതേപോലെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിലൂടെ പറയുന്നതും ആഖിറമാണ് എന്നൊന്നും ശേഷിക്കുന്നത്. ദുനിയാവ് ശാശ്വതമല്ല, ദുനിയാവ് നശിച്ചു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മതവും ഭൗതികവും കൊടുക്കുന്ന നല്ല നല്ല രീതിയിലുള്ള സമന്വയ വിദ്യാഭ്യാസ മേഖലകൾ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട മതപരമായ ഇൽമ് കൊടുക്കണം എന്ന് സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.